ആളുകളോട് കാണാൻ റിക്വസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഇനി എന്തായാലും അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. നല്ലൊരു സിനിമയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. പ്രേക്ഷകർക്ക് അത് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട്. കണ്ടവർക്കെല്ലാം തിയേറ്ററിൽ നിന്ന് കിട്ടുന്ന റെസ്പോൺസസ് അതാണ്. അപ്പോൾ ഇനി ധൈര്യമായിട്ടും നിർബന്ധിച്ച് സിനിമ കാണിക്കാം. കാര്യം ഇത്തരത്തിലൊരു സിനിമ വല്ലപ്പോഴും മാത്രമേ സംഭവിക്കുന്നതാണ്. അപ്പോൾ ആ സിനിമ കാണണം. എനിക്കൊന്ന് ഒരുപാട് പേർക്ക് വളരെ നൊസ്റ്റാൾജിക്കായിട്ട് കണക്റ്റ് ആവാൻ സാധ്യതയുണ്ട്. ഒരുപാട് സിനിമാ പ്രേമികൾക്കും സിനിമാ ആരാധകർക്കും സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ ഒരു എന്താ പറയുക, അതെ, ഒരു ഫീൽ ത്രൂ ഔട്ട് ഉണ്ട്. ഇതിൻ്റെ ആദ്യം നമ്മൾ ചെയ്യാൻ തീരുമാനിച്ച മുതൽ അദ്ദേഹത്തിൻ്റെ പെർമിഷനോട് കൂടിയാണ് ഇതെല്ലാം സംഭവിച്ചത്. അപ്പം എല്ലാവരും വരിക തിയേറ്ററിലേക്ക്. ഇതൊന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണ്. നമ്മളൊക്കെ ചെറുപ്പം മുതലേ കണ്ടിരുന്ന സിനിമ അതിൻ്റെ പല രീതിയിലുള്ള വ്യാഖ്യാനങ്ങളാണ് കാണിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അപ്പോൾ വന്ന് കാണും. എനിക്ക് പറയുന്നതിന് കുറേ പരിധികളുണ്ട്, പക്ഷേ സിനിമ നല്ല സിനിമയാണ്. വരിക, കാണുക, ആസ്വദിക്കുക. താങ്ക് യു. വെരി ഹാപ്പി. എല്ലാവരും പോയി സിനിമ കാണുക. രേഖാചിത്രം ഇന്ന് മുതൽ എല്ലാ സ്ക്രീൻസിലുണ്ട്. എല്ലാവരും പോയി സിനിമ കാണുക, അപ്രീഷിയേറ്റ് ചെയ്യുക. താങ്ക് യു. അതൊരു വ്യത്യസ്തമായിട്ടൊരു ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വ്യത്യസ്തമായിട്ടുള്ള ക്യാരക്ടറാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതെ. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്? എങ്ങനെയുണ്ടായിരുന്നു? എനിക്ക് ആക്ച്വലി ഇത് സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ എനിക്ക് ഒത്തിരി ഇഷ്ടമായ ഒരു സ്ക്രിപ്റ്റ് ആയിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ അക്കോർഡിംഗ്ലി ആയിട്ട് എനിക്ക് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ജോഫർ ഉണ്ടായിരുന്നു. ദ ഹോൾ കാസ്റ്റിംഗ് ക്രൂ എവറിബഡി വാസ് ദേർ. അപ്പോൾ അങ്ങനെ സ്മൂത്തായിട്ട് അത് നടന്നു. ഇനി പ്രേക്ഷകർ കണ്ടിട്ട് വേണം ഇനി ബാക്കിയുടെ ജഡ്ജ്മെൻറ്റ്സും കാര്യങ്ങളും പറയാൻ. ഇതിനു മുമ്പ് ചാക്കോസിനൊപ്പം ആയിരുന്നു സിനിമ, ആസിഫ് അലി. അപ്പോൾ എല്ലാ താരങ്ങളുടെ ഒപ്പം ഒരു സിനിമ വന്നുകൊണ്ടിരിക്കുകയാണ്. അതെ. അപ്പം എങ്ങനെയാണ് ആ സിനിമകളെ സെലക്ട് ചെയ്യുന്നത്? സിനിമ സെലക്ട് ചെയ്ത് നല്ല സ്ക്രിപ്റ്റ് അപ്രോച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഇഷ്ടമാകുമ്പോൾ ഒബ്വിയസ്ലി അങ്ങനെ തന്നെ ആയിരിക്കും. ആക്ടേഴ്സിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അല്ലെങ്കിൽ മെയിൻ ലീഡ് ചെയ്യുന്ന ആളെ പറ്റി തിരക്കാറുണ്ടോ കഥ കേൾക്കുമ്പോൾ? കഥ നമ്മുടെ അടുത്ത് പറയുമ്പോഴത്തേക്ക് ആക്ച്വലി ആദ്യം കഥയല്ലേ പറയാം. നമ്മൾ പിന്നീടാണ് അറിയുന്നത്. അതിനകത്തുള്ള ബ്യൂട്ടിഫുൾ പേർക്സ് ഒക്കെ പിന്നീടാണ് അറിയുന്നത്. പ്രേക്ഷകരോട് കണ്ടപ്പോൾ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല എക്സ്പീരിയൻസ്. കാരണം വെച്ചാൽ ഞാൻ സത്യം പറഞ്ഞാൽ ഇത്രയും ക്രൗഡിൻ്റെ കൂടെ നമ്മളിപ്പോൾ ഇതൊരു വലിയ സിനിമയും കൂടി ആവുമോ. വലിയ സിനിമ നമ്മൾ കാണുമ്പോൾ ഭയങ്കര എക്സ്പീരിയൻസ്. നമ്മൾ തന്നെ അങ്ങനെ ആവുള്ളൂ. പിന്നെ ഇത്രയും സ്ക്രിപ്റ്റ് ഭയങ്കര ഡിഫറെൻറ്റാണ്. കാരണം അയ്യോ അങ്ങനെ എനിക്ക് ചോദിക്കാൻ എനിക്കറിയില്ല. അതെ കുറേ പേരോട് ചോദിച്ചു. അപ്പോൾ എനിക്ക് അതിനെ പറ്റി ഡീറ്റെയിൽസ് അറിയില്ല, എന്തൊക്കെയോ അറിയില്ല. പക്ഷേ പരിപാടി എനിക്ക് പേഴ്സണലി എനിക്ക് വർക്കായി. പിന്നെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ബാക്കി നിങ്ങളാണ് പറയുന്നത് പടം എങ്ങനെയുണ്ട്, അടിപൊളിയാണോ അല്ലേന്നുള്ളത്. എനിക്ക് കണ്ടോ അതിൻ്റെ ക്യാരക്ടർ ഒക്കെ ഉണ്ട്, വർക്കാണോ, കൊള്ളാമോ? ഓ താങ്ക് യു ഗൈസ്. അപ്പോൾ പടം എല്ലാവരും കാണണം തിയേറ്ററിൽ പോയിട്ട്. ആണല്ലേ, ഞാനങ്ങനെ ഓക്കെ. എൻ്റെ പടം ഇറക്കാനുണ്ട് 31-ാം തീയതി. ഇതല്ല, നോർമൽ ഒരു സാധാ കൊമേഴ്ഷ്യൽ പടമാണ്. 30% റിലീസുണ്ട്. ഞാനും സിദ്ധാർത്ഥ് ഭരതനും കൂടിയുള്ള. അതും കാണണം. അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച്. എല്ലാവരും പടം തിയേറ്ററിൽ പോയിട്ട് കാണണം. ഇഷ്ടപ്പെടാൻ അതിന് അഭിപ്രായം പറയണം. ഓക്കെ. ബ്രോയുടെ സിനിമയോടുള്ള ആസിഫിക്കോടുള്ള അഭിനയമാണ് ആദ്യമായിട്ട് പുറകെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആസിഫിക്കോട് അഭിനയിച്ചപ്പോൾ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ആസ്കറുടെ കൂടെ അഭിനയിച്ചില്ല, പടം കണ്ടില്ലേ നീ? കണ്ടില്ലേ? അങ്ങനെ അല്ല, ആസ്കറുടെ കൂടെ ഇതിൽ സീൻ ഷെയറിംഗ് ഇല്ല, ക്യാരക്ടർ വേറെയാണ്. അപ്പോൾ പക്ഷേ ആസ്കയുടെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, ഷൂട്ടിൻ്റെ സമയത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. മൊത്തത്തിൽ നല്ല എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഭയങ്കര ഫാൻ ബോയാണ്, ആസിഫയുടെ ഫാൻ ബോയാണ്. അപ്പം നമുക്ക് ആ ഒരാൾ നമ്മൾ സ്ക്രീനിൽ ഒരു പടം ചെയ്യാമെന്ന് പറയുന്ന ഒരു പ്രൗഡ് മൊമെൻ്റ് ഉണ്ട്. ആ സാധനം നല്ല കിളി പോയിട്ടുള്ള ഒരു അവസ്ഥയിൽ ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷനാണ് ആക്ച്വലി ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല അഭിനയം, എല്ലാം നല്ല സ്റ്റാൻഡേർഡ്. കഥോപകരത്തിലുണ്ടായിരുന്നു ഞാൻ സിസ്റ്ററായിരുന്നു. അതൊക്കെ അതിലുണ്ടല്ലോ. അത് നിങ്ങൾ കണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. സന്തോഷമാണ്. ഇത് അതായിരുന്നു ഞങ്ങൾ ഇവിടെ വരാൻ ഇത് കാണാൻ വേണ്ടിയിട്ട് മോനെ കൂടി. അപ്പോൾ ഒരു ദിവസം വന്നോളൂ ഷൂട്ടിങ്ങിന്, കാലത്തൊട്ട് വൈകുന്നേരം വരെ. നല്ലതല്ലേ. അയ്യോ അവൻ സ്വഭാവത്തിലും ശരിക്കും ആസിഫ് അലി പോലെ ഒരു നടൻ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കണേ. ഇവനൊക്കെ ഒരുമിച്ച് കണ്ടിട്ടുണ്ട് പണ്ട്. പക്ഷെ കണ്ടപ്പോൾ തന്നെ നല്ല പരിചയം പോലെ എല്ലാം സ്നേഹിച്ച് കെട്ടിപ്പിടിച്ചു. അപ്പോൾ എനിക്ക് പേടിയായിരുന്നു. ഡയലോഗ് എന്ന് പറയാൻ പറഞ്ഞില്ല. ഡയലോഗ് പറഞ്ഞപ്പോൾ എനിക്ക് പേടിയപ്പോൾ പറഞ്ഞു, ചേച്ചി വിഷമിക്കേണ്ട, 5 സിനിമ ചേച്ചി ചെയ്തേമ്പോൾ എല്ലാം ഓക്കെ ആവും. ഞാൻ ധൈര്യമൊക്കെ തന്ന് നല്ല കൂട്ടായിട്ടാണ് അഭിനയിച്ചത്. അതാണ് എനിക്കൊരു പേടിയൊന്നും ഉണ്ടായിരുന്നില്ല. ഹാപ്പിയാണ്. സിനിമകളൊന്നുമില്ല. ഇത്ര വർഷങ്ങൾക്ക് ശേഷമുള്ള എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ 15-16 വയസ്സിൽ അന്ന് കഥയുടെ തരത്തിൽ അഭിനയിച്ചു. അത് പിന്നെ അഭിനയമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ, വെറുതെ പാട്ടിൽ നിൽക്കലോ അത്ര ഉണ്ടായിരുന്നു. ഇത് പിന്നെ നമ്മൾ അഭിനയിക്കണം, ഭാവം വരണം, പിന്നെ ഡയലോഗ് പറയണം. അങ്ങനെ രണ്ട് തരമാണ് വ്യത്യാസം.
ആ കണ്ടപ്പോൾ സന്തോഷമായി. അന്ന് പിന്നെ വെറുതെ നിൽക്കണതല്ലേ, സരിതയുടെ അടുത്ത് ഒരു കുഞ്ഞു കന്യാസ്ത്രീയാണ് ഞാൻ. ഇത് പിന്നെ അങ്ങനെയല്ലല്ലോ, ഇത് പിന്നെ അഭിനയിക്കാല്ലേ. കുറച്ച് ഓഡിയൻസിനോട് കണ്ട എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ കുറേ കാലമായിട്ട് ഇതിന് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. ആസിഫിക്ക് എന്തോ പറഞ്ഞു ഇപ്പം പടം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക്? ഞങ്ങൾക്ക് സംസാരിക്കാൻ സമയം കിട്ടിയില്ല. ഇവിടെ ഇപ്പോൾ ജസ്റ്റ് ഇറങ്ങിയല്ലോ, അങ്ങനെ സംസാരിക്കാൻ സമയം കിട്ടിയില്ല. പടം കാണാൻ ഇനി വരുന്നവരോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ അധികമൊന്നും എന്താ പറയുക, ഈ പറഞ്ഞ വലിയ സസ്പെൻസ് ഒന്നും ഇല്ലാത്തൊരു സിനിമയാണ്. അപ്പോൾ അതിനെ ആ ഒരു അതിൻ്റെ പശ്ചാത്തലമാണ് ഒരു പുതുമയുള്ളത്. അപ്പോൾ അധികം കാര്യങ്ങൾ കേൾക്കാതെ വന്ന് സിനിമ കാണാം. പടം നല്ല പടമാണ്. ഇതിൻ്റെ അകത്ത് നമ്മുടെ ഉണ്ണിയുണ്ട്, മേഘയുണ്ട്, നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ നന്നായിട്ട് എടുത്തിട്ടുള്ള ഒരു പടമാണ്. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, നല്ല കഥയുണ്ട്. എല്ലാവരും കാണണം, കണ്ട് സപ്പോർട്ട് ചെയ്യണം ആൻഡ് എൻജോയ് ചെയ്യുക. പെർഫോമൻസ് ഒക്കെ നല്ല പെർഫോമൻസസ് ആണ്. എല്ലാവരും ആത്മാർത്ഥതയോടെ ചെയ്തിട്ടുണ്ട്. നമുക്ക് കണ്ട് വിശ്വസിക്കാൻ പറ്റുന്നുള്ള ഒരു കഥയാണല്ലോ. അപ്പോൾ എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ആൻഡ് എൻജോയ് ചെയ്യുക. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറാണ്. നൃത്യത്തിന് തുടങ്ങി ഹിറ്റടിച്ച് ആസിഫ് 2024 നൃത്യത്തിന് തുടങ്ങി ഹിറ്റടിച്ചിരിക്കുകയാണ്. അതിനെപ്പറ്റി നല്ല കാര്യമല്ലേ? 2025 അതെ. അപ്പോൾ നല്ല കാര്യം, നല്ല തുടക്കമാവട്ടെ. ഇനിയും നല്ല നല്ല ചിത്രങ്ങൾ എല്ലാവർക്കും ഇതിൻ്റെ അകത്തുള്ള എല്ലാവർക്കും അവസരങ്ങൾക്ക് കിട്ടിയിട്ട് നന്നായി ചെയ്യാൻ പറ്റട്ടെ. ഓൾ ദി ബെസ്റ്റ് എല്ലാവർക്കും. നല്ല പടം പറഞ്ഞാൽ ഒരു ഉഗ്രം പടമാണ്. ക്ലാസ് പടം എന്ന് പറയാൻ പറ്റില്ല, അതിൻ്റെ അപ്പുറത്ത് ക്ലാസിക് പടമാണ്. ഒരു KG ജോർജിൻ്റെ പടത്തിൻ്റെ ആ ഒരു റേഞ്ച് വരുന്നുണ്ട് 80കളിലെ പോലെ. അടുത്ത കാലത്തോടെ ഇങ്ങനെ സിനിമ ഡയറ്റിലാണ്. പിന്നെ അനുസരാജൻ്റെ അഭിനയം പറഞ്ഞപ്പോൾ ഇന്നാളെ ഏതൊരു ആക്ടർ പറയണ്ടേ, മറ്റേ ഉർവശി അങ്ങനെ നാച്ചുറൽ ആക്ടിങ്, ഉർവശി മാഡം ആ സ്റ്റൈലുള്ള ആക്ടിങ്ങാണ്. ഭാവിയിൽ ഉർവശി മാഡം ആ സാധ്യതയില്ല.